ഞാൻ ഫക്രുദ്ദീൻ ബന്താവൂരാണ്. ഈ ഒരു യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം നിങ്ങൾ കണ്ടോ? ശരത്ത് എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ ചെയ്ത ക്രൂരത എന്താണെന്നറിയോ? ഇയാൾക്കൊരു പെൺസുഹൃത്തുണ്ട്. ഈ പെൺസുഹൃത്തിൻ്റെ പേര് ഷബാന എന്നുള്ളതാണ്. ഷബാന ഒരു മുസ്ലിം പെണ്ണ്. അവർക്ക് കുട്ടികളൊക്കെ ഉണ്ട്. എന്നിട്ടും 6 വർഷത്തോളമാണ് ഇവരുടെ സൗഹൃദം, പ്രണയം തന്നെ പറയാം. ഒരു ദിവസം ഷബാനക്ക് തോന്നി മതി ഈ പ്രണയം തോന്നിയിട്ട് ഷബാനത് നിർത്തിയത് ചോദ്യം ചെയ്യാൻ വന്നതാണ് ആര്? ഈ ശരത്ത്. കഴിഞ്ഞ ദിവസം രാത്രി 10:30 മണിയുടെ സമയത്താണ് ആലപ്പുഴയിലുള്ള താമരക്കുളത്തുള്ള ഈ ഒരു ഷബാനയുടെ വീട്ടിലേക്ക് ഈ ശരത്ത് കയറി വരുന്നത്. ശരത്ത് കയറി വന്നിട്ട് അതിക്രൂരമായിട്ട് മർദ്ദിക്കാൻ അവരെ ഇല്ലാതാക്കണമെന്ന് കരുതിയിട്ട് തന്നെയാണ് അയാൾ വന്നിട്ട് അങ്ങനെ ക്രൂരമായി വെട്ടി. ഈ ശബ്ദം കേട്ടിട്ട് ഷബാനയുടെ ഉമ്മയും മക്കളും ഓടി വന്നപ്പോൾ കാണുന്നൊരു കാഴ്ച ഒരാൾക്കും കണ്ടാൽ വിശ്വസിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ പറയാൻ കഴിയാത്ത രീതിയിലുള്ള ക്രൂരമായ അവസ്ഥയിലാണ്. അവരുടൻ തന്നെ ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവരിപ്പോൾ അവിടെ അത്യാസന്ന നിലയിലാണ്. അങ്ങനെ പോലീസ് ശാസ്ത്രീയമായ പരിശോധനകളൊക്കെ നടത്തിയിട്ട് ഇയാളെ ആലപ്പുഴയിലുള്ള ഹരിപ്പാടുള്ള ഇയാളെ വീട്ടിൽ നിന്നാണ് ഈ ശരത് കൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ആ അറസ്റ്റ് ചെയ്തിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ്. യുവതിയെ ആൺസുഹൃത്ത് വീട്ടിൽ കയറി വെട്ടി. ആലപ്പുഴ താമരക്കുളം പറയൻകുളത്താണ് സംഭവം. 30-കാരിയായ ഷബാന ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആക്രമിച്ച ഹരിപ്പാട് മുതുകുളം സ്വദേശി ശരത് കൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഷബാനയുമായി കഴിഞ്ഞ 6 വർഷമായി പിടിയിലായ ശരത്ത് അടുപ്പത്തിലായിരുന്നു. യുവതിക്ക് മറ്റൊരു യുവാവുമായി അടുപ്പമുണ്ടായതോടെയാണ് ആക്രമിച്ചതെന്നാണ് പ്രതിയുടെ മൊഴി. ബുധനാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. ഷബാന വീട്ടുമുറ്റത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഈ സമയത്താണ് ശരത് കൃഷ്ണൻ എത്തുന്നതും ആക്രമണം നടത്തുന്നതും. തുടർന്ന് ഇയാൾ ഓടി രക്ഷപ്പെട്ടു. വെട്ടേറ്റ് വീണ യുവതിയെ വീട്ടുകാരും അയൽവാസികളും ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള പോലീസ് അന്വേഷണത്തിലാണ് ശരത് പിടിയിലായത്. ഞാനിത് പറയാൻ കാരണം, ഞാൻ ഈ വീഡിയോ പറയാൻ കാരണം, നമ്മുടെ നാട്ടിലുള്ള പല മുസ്ലിം സ്ത്രീകളുടെ സ്വഭാവമാണ് ഇങ്ങനെ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കും. ഈ സൗഹൃദങ്ങൾ ഒടുവിൽ ചെന്ന് അവസാനിക്കുന്നത് ഇതുപോലെയുള്ള കൊലപാതകത്തിലാണ്. ഇത് കൊലപാതകം പറയാൻ കാരണമുണ്ട്. നിങ്ങളൊരു നിമിഷം ചിന്തിച്ച് നോക്കുക. ഇവിടെ ഇപ്പോൾ ഷബാനക്ക് പകരം ഒരു ഹിന്ദു യുവതിയാണ്, അല്ലെങ്കിൽ സൗമ്യയാണ് ഈ ഒരു കൊലപ്പെടുത്താൻ ശ്രമിച്ചവൻ വല്ല ജലീലോ ജലാലോ ആണെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ തന്നെ ഇതെന്തൊരു ലവ് ജിഹാദാണ്, ഇത് മനഃപൂർവ്വം ഒരു പെണ്ണിനെ ഇല്ലാതാക്കാൻ വേണ്ടി എവിടുന്നോ ഫണ്ടിങ് നടത്തിയിട്ടാണ് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ചർച്ച വരിക. പക്ഷേ ഇവിടെ ഇത് ആരായി? ഷബാനക്കാണ് വെട്ടേറ്റത്. ചെയ്തതാളാരാണ്? ശരത്താണ്. അതുകൊണ്ട് ഇതൊരു ലവ് ജിഹാദോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രശ്നങ്ങളോ ഒന്നും ആവില്ല. ഒരു സാധാരണ കേസ്. ഞാൻ ചോദിക്കട്ടെ, ഈ വിവാഹിതരായ ആളുകൾ എന്തിനാണ് ഈ അനാവശ്യ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നത്? ഈ സൗഹൃദങ്ങളാണ് പലപ്പോഴും ഒരാളുടെ ലൈഫ് പോലെ ഇല്ലാതാവുക. ഇത് എത്രയോ തവണ നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള സെയിം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നെയും നമുക്കതൊരു പാഠമല്ല. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവമാണ് ഇപ്പോൾ ഞാനീ പറഞ്ഞത് കേട്ടോ. ആലപ്പുഴ താമരക്കുളത്ത് നടന്നൊരു സംഭവമാണ്. ഷബാന ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണ്. അപ്പോൾ വിവാഹ ജീവിതത്തിൽ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ വിളിച്ച് സങ്കടം പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞത് അവരുടെ ഭർത്താവല്ലാത്ത ഒരാളുമായിട്ട് ഭയങ്കര സൗഹൃദമുണ്ട്. ആ സൗഹൃദം ഒരു പരിധി കഴിഞ്ഞു. ഇനി ഒഴിവാവാൻ എന്താ ചെയ്യേണ്ടത്? അവരുടെ ഭർത്താവ് ഗൾഫിലായിരിക്കെ നാട്ടിലുള്ള ഒരാളുമായിട്ട് ഭർത്താവ് അറിയാതെ ഭയങ്കര സൗഹൃദത്തിലായി. ആ സൗഹൃദം ഇനി എന്ത് ചെയ്യണം? നിർത്താൻ എന്താ ചെയ്യുക? അപ്പോൾ നിർത്തണമെന്ന് അവർക്ക് ആഗ്രഹമില്ല. മറിച്ച് നമ്മളോടൊരു അഭിപ്രായം ചോദിക്കുകയാണ് അവർ. നിർത്തണം എന്നുണ്ടെങ്കിൽ അവർക്ക് സ്വയം നിർത്തിക്കൂടെ? അപ്പോൾ ആ അഭിപ്രായം തേടുമ്പോൾ സ്വയം ഇങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ അനാവശ്യ സൗഹൃദങ്ങൾ വളർത്തിക്കൊണ്ടുവരിക. ആ വളർത്തിക്കൊണ്ടുവന്നൊരു സൗഹൃദങ്ങൾ അവനവൻ്റെ ജീവൻ എടുക്കുന്നൊരു സാഹചര്യം. കഴിഞ്ഞ ദിവസം പറവൂരിൽ, ഇപ്പോൾ അത് പറയുന്നൊരു ദിവസം വെള്ളിയാഴ്ചയാണ്, റബീഉൽ അവ്വൽ 1-ാം തീയതി വെള്ളിയാഴ്ച. ദിവസം പറവൂരിൽ സൗമ്യ എന്ന് പേരുള്ള 2020 പാർട്ടിക്ക് വേണ്ടി മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിനെ അതിക്രൂരമായിട്ട് വെട്ടിക്കൊന്നു. ഈ സൗമ്യനെ വെട്ടിക്കൊല്ലാൻ കാരണം എന്താണ്? സൗമ്യക്ക് ഇതുപോലൊരു ആൺസുഹൃത്ത് വർഷങ്ങളായിട്ട് അവർ തമ്മിൽ നല്ല ബന്ധങ്ങളുണ്ട്. ഇവൾ പിന്നെ പറഞ്ഞാൽ ഈ പരിപാടി നിർത്തി, ഞാൻ പഠിക്കുകയാണ്, എൻ്റെ ലൈഫൊക്കെ ഒന്ന് സെറ്റിലാക്കണം എന്ന് കരുതി അയാൾ തീരുമാനിച്ചപ്പോൾ ഇവൻ ഈ വിഷയം സംസാരിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഇവൾ പഠിക്കുന്നിടത്തേക്കാണെന്ന് പറഞ്ഞ് വീട്ടിലിറങ്ങി. ഇവൻ്റെ കൂടെ ബൈക്കിൽ ഇവൻ്റെ വീട്ടിൽ പോയി ഇവൻ്റെ അമ്മനെ സംസാരിച്ചു. റൂമിൽ കയറിയിട്ട് ഇതിനെ ചൊല്ലി വഴക്കായി. ആ വഴക്കിനൊടുവിൽ അതിക്രൂരമായിട്ടാണ് ഇവളെ ഇല്ലാതാക്കി. അവളുടെ ജീവൻ അങ്ങോട്ട് പോയി. സൗമ്യ, അത് ഇന്നലെ നടന്നൊരു ക്രൈമാണ്.
അവിടെയും വിഷയം ഈ ആൺസുഹൃത്താണ്. പ്രിയപ്പെട്ട സ്ത്രീകളെ, നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ സൗഹൃദങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൗഹൃദം കാണിക്കുക ഫോണിലാണ്. അതിപ്പോൾ നമ്മുടെ മേത്തേക്ക് വരാൻ പോണതല്ല. അതൊക്കെ നമ്മുടെ ഈ സൗഹൃദങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ എടുക്കാവുന്ന കായികശേഷിയുള്ള ആളാണ് അപ്പുറത്ത് എന്നുള്ള ഓർത്തോളൂ. ഓരോ സൗഹൃദങ്ങളും ജീവനെടുക്കാൻ വേണ്ടി തുടങ്ങണതല്ല, ജീവന് വേണ്ടി തുടങ്ങുന്നതാണ്. പക്ഷേ അതൊടുവിൽ എന്തായി? ജീവനെടുക്കാൻ വേണ്ടിയിട്ടായി. അപ്പോൾ ഈ സൗമ്യയുടെ സംഭവം, സൗമ്യ ജീവൻ നഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ ശബാനയ്ക്ക് എന്ത് ചെയ്തിട്ടില്ല? ജീവൻ പോയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള യഥാർത്ഥ കാരണം അനാവശ്യമായ ഫോൺ സൗഹൃദങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നിങ്ങളിതുപോലെയുള്ള സൗഹൃദങ്ങൾ, അത് അനാവശ്യമെന്ന് ഞാൻ പറയില്ല, സൗഹൃദങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ആ സൗഹൃദങ്ങളെ നിങ്ങളൊന്ന് കാറ്റഗറി ചെയ്യുക. ആവശ്യമുള്ള സൗഹൃദമാണോ, അത്യാവശ്യമുള്ള സൗഹൃദമാണോ, അനാവശ്യ സൗഹൃദങ്ങളാണോ എന്നുള്ളത്. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് മീനായിട്ട് വരുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ, നമുക്ക് ചിലപ്പോൾ ആവശ്യമുള്ള ആളുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടി വരും. ഇവിടെ അത്യാവശ്യമുള്ള ആളുകളുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു പ്ലംബർ, നമ്മുടെ വീട്ടിലൊരു ആവശ്യം ഉണ്ടെങ്കിൽ പ്ലംബറെ നമുക്ക് ആവശ്യമാണ്, വിളിക്കേണ്ടി വരും. ഇതൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള സൗഹൃദങ്ങളും വിളിക്കേണ്ടി വരുന്ന ആളുകളാണ്. അതിലപ്പുറം നമ്മൾ അനാവശ്യമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ കിടന്ന് ചാറ്റ് ചെയ്ത് വിശേഷങ്ങൾ പങ്കുവെച്ച് ഭർത്താവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മക്കളുടെ കാര്യങ്ങൾ പറഞ്ഞ് ആ സൗഹൃദം വളർത്തിക്കൊണ്ട് വന്നിട്ട് ഒടുവിൽ അത് വിട്ടൊഴിയാൻ പറ്റാത്തൊരു കുരുക്കിലാക്കായിട്ട് മാറുക. ഇവിടെ ശബാനക്ക് സംഭവിച്ചതും അതാണ്, നാളെ നമുക്കൊക്കെ സംഭവിക്കാവുന്നതും അതാണ്. ഈ സൗഹൃദങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിക്കുമ്പോഴും അതും ഒരു വലിയ ഒരു പ്രശ്നമായിട്ട് മാറലുണ്ട്. അപ്പം നാളെ നമുക്കും ഈ ഒരു അവസ്ഥ വരാതിരിക്കാനാണ് ഞാൻ ഈ വീഡിയോ പങ്കുവെച്ചത്. അപ്പോൾ ഇത്തരം സൗഹൃദങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിൽ ഇത്തരം സൗഹൃദങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പരമാവധി എന്ന് വിഡ്രോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാനീ പറയുന്നൊരു ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഇത് വെള്ളിയാഴ്ച ദിവസമാണ്, റബീഉൽ അവ്വൽ, നമ്മൾ മാസം കണ്ടൊരു ദിവസമാണ്. അപ്പോൾ ഈ ഒരു ദിവസത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം തന്നെ അതാണ്. നിലവിൽ ഇന്ന് റബീഉൽ അവ്വൽ 1 സ്ഥിതിക്ക് നമ്മുടെ നാട്ടിലെ നബിദിനം ആഗസ്റ്റ് ഏതിനാണ് എന്നുള്ളതാണ് നിങ്ങൾ ഉത്തരവായിട്ട് കമൻറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിലെ നബിദിനം എന്നാണെന്നുള്ളതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.